നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സഹിഷ്ണുതയുടെയും സാധ്യതകളുടെയും നാട്ടിലേക്ക് ലോകത്തെ സ്വാഗതം ചെയ്ത് എക്സ്പോ 2020 ദുബായിൽ ആരംഭിച്ചു. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമായി ദുബായ് എക്സ്പോ 2020. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി 7:30 അൽവസൽ പ്ലാസയിൽ ഉദ്ഘാടന വേദി സംഗീത പ്രകടനങ്ങളുടെ അവിശ്വസനീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി. ഉദ്ഘാടന ചടങ്ങ് UAE-യിലുടനീളം 430-ലധികം കേന്ദ്രങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. 2021 ഒക്ടോബർ മുതൽ 2022 മാർച്ച് വരെയുള്ള 6 മാസം നടക്കുന്ന മേളയിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവേശനം. എക്സ്പോ 2020 ടിക്കറ്റുകൾ ഓൺലൈനായിട്ടും പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ബൂത്തുകൾ വഴിയും സ്വന്തമാക്കാം. ഗവർണറേറ്റിലെ പ്രവാസികൾക്ക് ഒക്ടോബർ 3 മുതൽ 7 വരെയുള്ള തീയതികളിൽ 2ാം ഡോസ് കോവിഡ് വാക്സിൻ കുത്തിവെപ്പുകൾ ലഭ്യമാകുമെന്ന് അൽദാഹിറ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് അറിയിച്ചു. ഓക്സ്ഫോർഡ് ആസ്ട്രസെനക വാക്സിന്റെ 2ാം ഡോസാണ് ഇത്തരത്തിൽ നൽകുന്നത്. വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് PCR ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ 2 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി എമിറേറ്റ്സ് എയർലൈൻ. നൈജീരിയയിൽ നിന്നും സാംബിയയിൽ നിന്നുമുള്ള അവസാന ലക്ഷ്യസ്ഥാനമായ ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നിലവിൽ എയർപോർട്ടിൽ പെട്ടെന്നുള്ള PCR ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ യാത്ര സാധ്യമല്ല. ആഴ്ചയിൽ 4 സർവീസുമായി വെള്ളിയാഴ്ച മുതൽ ഖത്തർ എയർവേസിന്റെ ദോഹ മദീന വിമാനയാത്ര പുനരാരംഭിക്കുന്നു. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാത്രി 1 ദോഹയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 3:15 മദീനയിലെത്തും. പുലർച്ചെ 4:15 മദീനയിൽ നിന്ന് പുറപ്പെട്ട് 6:25 ദോഹയിലെത്തും. ഖത്തർ എയർവേസിന്റെ എയർബസ് A320 ആയിരിക്കും ഈ റൂട്ടിൽ സർവീസ് നടത്തുക. നവംബറിൽ നടക്കുന്ന അറബ് കപ്പ് ഫുട്ബോളിനും അടുത്ത വർഷത്തെ ലോകകപ്പ് ഫുട്ബോളിനും ഈ റൂട്ടിൽ യാത്രക്കാരുടെ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വാക്സിൻ ഡോസുകൾ രണ്ടും എടുത്ത 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇഴുത്തമർന്ന തവക്കൽന ആപ്ലിക്കേഷൻ വഴി ഉംറക്ക് പെർമിറ്റ് നൽകാനും ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ള നിർദ്ദേശം ഹജ്ജ് ഉംറ മന്ത്രാലയം പുറപ്പെടുവിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഉംറ നിർവഹിക്കാനും മസ്ജിദുൽ ഹറാമിൽ നമസ്കാരത്തിനും നിർബന്ധമായും വാക്സിൻ എടുത്തിരിക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഖത്തറിൽ കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നു. 4ാം ഘട്ട ഇളവുകളുടെ ഭാഗമായി പള്ളികളിൽ ജുമാ ഉൾപ്പെടെയുള്ള നമസ്കാരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സാമൂഹ്യ അകലം പാലിക്കൽ ഒഴിവാക്കി. എന്നാൽ ജുമാ നമസ്കാരത്തിന് മുമ്പുള്ള കുതുബ സമയത്ത് 1 മീറ്റർ അകലത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ടോയ്ലറ്റുകൾ തുറക്കാം. ഒപ്പം തിരക്ക് കുറഞ്ഞ പള്ളികളിൽ അംഗസ്നാനം നടത്താനുള്ള സൗകര്യങ്ങളും തുറക്കാം. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ എക്സ്പോ 2020 എത്തുന്ന കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യാൻ പ്രത്യേക എമിഗ്രേഷൻ കൗണ്ടറുകൾ ഒരുക്കി GDRFA ദുബായ്. എക്സ്പോ മാസ്കോട്ടുകളായ ലത്തീഫയും റാഷിദും ചേർന്ന് കുടുംബാംഗങ്ങളെ സ്വീകരിക്കുന്ന പശ്ചാത്തലം ഒരുക്കിയാണ് കൗണ്ടറുകൾ ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം വിമാനത്താവളം ടെർമിനൽ 3-ലാണ് ഇത്തരത്തിലുള്ള പവിലിയനുകൾ ഒരുക്കി സന്ദർശകരെ സ്വീകരിച്ചു തുടങ്ങിയത്. എക്സ്പോ 2020 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ച് RTA. 3 ഘട്ടങ്ങളായിട്ടാണ് മത്സരം നടക്കുക. പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം. ഒക്ടോബറിൽ പൊതുഗതാഗത ദിവസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ട മത്സരം നടക്കുക. പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് ഇതിൽ പരിഗണിക്കുക. നവംബറിൽ നടക്കുന്ന 2ാം ഘട്ടം നഗരഭംഗിയും നിർമ്മിതികളും മികച്ച രീതിയിൽ പകർത്തുന്നവർക്ക് സമ്മാനം നൽകും. ഗൾഫ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പ്രവാസി ഇന്ത്യക്കാരന് 1 കോടി രൂപയുടെ സമ്മാനം. കഴിഞ്ഞ ആഴ്ചയാണ് അബുദാബി ബിഗ് ടിക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഏറ്റവും വലിയ ഓഫർ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് വാർഷിക ബില്ലുകൾ അടയ്ക്കുന്നതിനായി 5 ലക്ഷം ദിർഹം സമ്മാനമായി നൽകുന്നതായിരുന്നു ഓഫർ. വാർഷിക ബില്ലുകൾ അടയ്ക്കുന്നതിനായി 50 ലക്ഷം ദിർഹം, അതായത് 1 കോടി ഇന്ത്യൻ രൂപയാണ് പ്രവാസി ഇന്ത്യക്കാരനായ ഷബീർ നസീമ സ്വന്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.